പഴയങ്ങാടി അടുത്തിലയിൽ വനിതകൾ ഒരുക്കിയ കരകൗശല വസ്തുക്കളുടെയും ചുമർചിത്രങ്ങളുടെയും പ്രദർശനം ശ്രദ്ധേയമായി. സംസ്ഥാന സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗം വി.എസ്. ബിന്ദു തിരുവനന്തപുരം പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ് ശാസ്ത്രയുടെ നേതൃത്വത്തിലാണ് അടുത്തില LP സ്കൂളിൽ പ്രദർശനമൊരുക്കിയത്. വി മാധവി അമ്മ, PV രമണി, അനുറിയ അജീഷ്, ആതിര ദാമോദരൻ തുടങ്ങിയവരുടെ ചിത്രങ്ങളും കരകൗശല വസ്തുക്കളുമാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയത്. സംസ്ഥാന സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗം V.S. ബിന്ദു പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ലോകം മുഴുവനും ഇന്ന് ആഘോഷിക്കുന്ന ഒരു ദിനമാണ്. അത് ഒറ്റ ദിവസത്തിൽ അവസാനിക്കുന്നതല്ല, നമ്മളെല്ലാവരും പറയുന്ന പോലെ തന്നെ. പക്ഷേ ആക്സിലറേറ്റ് ആക്ഷൻ എന്നുള്ള മുദ്രാവാക്യം വരുമ്പോഴേക്ക് സാമൂഹിക നീതിയോടുള്ള ഒരു വലിയ, എനിക്ക് തോന്നുന്ന ഒരു വെല്ലുവിളിയാണ് ആ ചോദ്യം. കാരണം നീതിക്കാണ് എപ്പോഴും, സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം. നമ്മുടെ ഭരണഘടന ആദ്യം മുന്നോട്ട് വെക്കുന്ന ഒന്ന് സോഷ്യൽ ജസ്റ്റിസ് ആണ്. അത് പൂർണ്ണമായും ലഭ്യമാവുന്നില്ല, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്. ഇപ്പൊ നമുക്കൊരു LGBTQ മനുഷ്യരെല്ലാവരും നമ്മുടെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് ലോകത്തിനാകെയുള്ള നീതി നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അതിനകത്ത് ഇവരെല്ലാവരും വരും, നമ്മളെല്ലാവരും വരും. അത് എത്ര നാളിങ്ങനെ നമ്മൾ ചോദിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. മ്യൂറൽ പെയിന്റിംഗ് ആണ് യുവചിത്രകാരി അനുറിയ അജീഷിന്റെ ഹൈലൈറ്റ്. ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് ആതിര ദാമോദരൻ വരച്ചിട്ടുള്ളത്. ഒപ്പം പാഴ്വസ്തുക്കൾ കൊണ്ട് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുകയാണ് വി മാധവി അമ്മ. റിട്ടയർഡ് അധ്യാപികയായ PV രമണി നിർമ്മിച്ച പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള കഥകളിയും നവരസ ഭാവങ്ങളും തെയ്യങ്ങളുടെ മിനിയേച്ചർ രൂപങ്ങളുമെല്ലാം പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ചെങ്ങൽ LP സ്കൂളിൽ വെച്ച ഈ എക്സിബിഷനിൽ ഞാനും ഒരു പങ്കാളിയാവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇതിനു മുമ്പേ പെൻഷനേഴ്സിൻ്റെ ഒരു പരിപാടി ഉണ്ട്, കുടുംബസംഗമത്തിൽ ഇതുപോലെ ഒരു എക്സിബിഷൻ നടത്തിയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എല്ലാ സാധനങ്ങളും എടുത്തിട്ടില്ല, കുറച്ച് സാധനങ്ങൾ ഇവിടെ കൊണ്ടുവച്ചു. പിന്നെ നവരസങ്ങൾ, കഥകളിയുടെ നവരസങ്ങൾ ഉണ്ടാക്കി അതിനെ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് അതൊന്ന് ഇവിടെ അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചു. അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ കുറച്ച് തെയ്യങ്ങളും, അതാണ് മെയിനായിട്ട് ഉള്ളത്. 2 വർഷത്തോളമായി ഞാനിങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. നിരവധി ആളുകളാണ് പ്രദർശനം കാണാനായി എത്തിയത്. വനിതകളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനാണ് ഇത്തരമൊരു പ്രദർശനം ശാസ്ത്ര സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.